ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ നോമ്പ് തുറയും നമ്മൾ വഴിയിലാണ് കേട്ടോ. നമ്മൾ ബാങ്ക് വെക്കുന്നതിന് മുന്നേ എന്തായാലും വീടെത്തത്തില്ല. സോ നമ്മൾ എവിടെ വെച്ചിട്ട് ബാങ്ക് വെക്കുന്നോ അവിടെ ഒതുക്കിയിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. ഇപ്പം വഴിയരികിൽ കുറച്ച് ഉള്ളിലോട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് വണ്ടി ഒതുക്കി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് വായൊക്കെ കഴുകി നോയമ്പ് തുറക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം കുടിച്ചിട്ടാണ് നോയമ്പ് തുറക്കുന്നത്. പിന്നെ ഈന്തപ്പഴം കഴിക്കും. അപ്പം ആദ്യമാണ് എനിക്കിതെല്ലാം എടുത്തു തരുന്നത്. പാവം എല്ലാം എടുത്തു തരുന്നുണ്ട്. അവളും കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ബസ്സൊക്കെ പോകുന്നുണ്ട് എൻ്റെ ഇടയ്ക്കൂടെ. അപ്പം ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈന്തപ്പഴവും പിന്നെ ബ്രെഡും ആയിരുന്നേ. അപ്പോൾ ബ്രെഡിൽ ഗ്രേപ്പ് ജാമാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. ഗ്രേപ്പ് ജാം ഉമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ആദ്യം ജാം അങ്ങനെ കഴിക്കാത്തതാണ്. പക്ഷേ ഈ ജാം ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഓരോ ബ്രെഡ് ഇങ്ങനെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ജാമായിരുന്നു കേട്ടോ. അതിൻ്റെ ഞാൻ വിരൽ സഹിതം നക്കുകയാണ്. പക്ഷേ ഇത് കൊള്ളാം. വീട്ടിൽ ഉണ്ടാക്കുന്നല്ലേ ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഓറഞ്ച് പൊട്ടിക്കുന്ന സമയത്തിനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവൾ പറയാം തോല് കളയുന്നത് ആരും കാണണ്ടെന്ന്. തോല് അവിടെ കിടന്ന് ഉണങ്ങിയിട്ട് ആരെങ്കിലുമൊക്കെ മുഖത്തിടാൻ എടുത്തോണ്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങളൊക്കെ ഓറഞ്ച് പീല് മുഖത്തിടാറുണ്ടോ? കളയുന്നുണ്ടോ? പഴം ഉണ്ടായില്ലാത്ത പഴം. ഇന്നത്തെ പഴം വലുതായിട്ട് കടത്തില്ല, പക്ഷെ പച്ച പഴമാണ്. ആളുകളൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നു. നമ്മളെ അങ്ങനെ നാട്ടുകാരെല്ലാം നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. വണ്ടി സ്ലോ ഒക്കെ ചെയ്തിട്ട് നോക്കുകയാണ്. പിള്ളേർക്ക് എന്താ ഒട്ടായോ എന്ന് പറഞ്ഞിട്ട് വരുന്നു. കാട്ടിലും മലയിലും ഒക്കെ വെച്ചാണ് ഈ പഠിച്ചോനെ നോമ്പ് കുറിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഗ്‌രിബ് സമയത്തുണ്ടാകുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ചേഞ്ച് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. എനിക്ക് കുറേ സമയം നല്ല വെട്ടമുണ്ടായിരുന്നിട്ട് പെട്ടെന്നൊരു നിമിഷത്തിൽ ആ ഒരു ലൈറ്റ് പോകുമ്പം അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. വീട്ടിൽ വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴാണ് അറിയുന്നത് മുന്നിൽ നല്ല വെട്ടമുണ്ട്. ലൈറ്റില്ലാതെ തന്നെ നല്ല വെട്ടത്തിൽ ഓടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുന്ന ആ ഒരു ഫീല് സത്യത്തിൽ വണ്ടി ഓടിക്കുമ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ കുറ്റിരുട്ടായിട്ട് ഞങ്ങൾ വീടെത്താറായപ്പോൾ ഉണ്ട് അവിടെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അങ്ങനെ റോഡിൻ്റെ അകത്ത് വെച്ചിട്ട് ചെണ്ടമേളവും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പക്ഷേ വീടെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും കിട്ടിയ വഴി കൂടെ ഞൂന്ന് ഞങ്ങളിങ്ങ് വന്നു. വീടെത്തിയപ്പോൾ മക്കള് മുഹബത്ത് കാ സർബത്തും പിന്നെ സമൂസയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സമൂസ ഫില്ലിംഗ് ഒക്കെ ഞാൻ ആക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ മക്കള് സമൂസയൊക്കെ ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കി. പിന്നെ ഞാൻ പെരിപ്പരിയൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.